ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 16 വിശുദ്ധ ബെനഡിക്റ്റ് ജോസഫ് ലാബ്രയുടെ തിരുനാൾ. 1748 മാർച്ച് 26 ഫ്രാൻസിൽ അമറ്റൈസ് എന്ന സ്ഥലത്ത് ബെനഡിക്റ്റ് ജനിച്ചു. ജീൻ ബാപ്റ്റിസ്റ്റ് ലാബ്രയുടെയും അന്നയുടെയും 15 മക്കളിൽ മൂത്തവനാണ് ബെനഡിക്റ്റ്. സ്വഭാവവിശേഷം കണ്ട് ലാബ്രെ ബെനഡിക്റ്റിനെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സ്വസഹോദരൻ ഫാദർ ജോസഫ് ലാബ്രയുടെ അടുക്കലേക്ക് അയച്ചു. അവിടെ പെട്ടെന്ന് പ്ലേഗ് പടർന്നു പിടിച്ച് ഫാദർ ജോസഫ് ലാബ്ര മരിക്കുകയും ചെയ്തു. പിന്നീട് ബെനഡിക്റ്റ് ഫാദർ വിൻസെന്റിന്റെ കൂടെ താമസം തുടങ്ങി. അദ്ദേഹം ജോൺ വിയാനിയെപ്പോലെ ഒരു വിശുദ്ധനായിരുന്നു. ഒരു മുറിയിൽ തുച്ഛമായ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും താമസിച്ചു. പിന്നീട് നോവലിൽ പ്രാപ്റ്റസ് സന്യാസ സഭയിൽ ചേർന്നു. എങ്കിലും പ്രാപ്റ്റ് നിയമമനുസരിച്ച് ജീവിക്കുവാൻ ബെനഡിക്റ്റിന് കഴിയാതെ വന്നപ്പോൾ നോവിഷേറ്റിൽ ചേർന്നു. തീർത്ഥസ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി ജീവിക്കുകയും ഭക്തർക്ക് ബെനഡിക്റ്റിന്റെ ഭക്തി ഉത്തേജനം നൽകുകയും ചെയ്തു. 1770 മുതൽ 8 വർഷം റോമിലും ലൊറോറ്റായിലും ഭിക്ഷാടനത്തിൽ കഴിഞ്ഞു. ആരെങ്കിലും കൂടുതൽ ഭിക്ഷ നൽകിയാൽ അദ്ദേഹം അടുത്തുള്ള ഭിക്ഷുവിന് നൽകിപ്പോന്നു. ഇങ്ങനെ ഭിക്ഷാടനത്തിനിടയിൽ ഫ്രാൻസിൽ മൗളിൻസിൽ വെച്ച് ഒരു കവർച്ച കേസിൽ പ്രതിയായി ബെനഡിക്റ്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബെനഡിക്റ്റിന്റെ കീറിപ്പറിഞ്ഞ വസ്ത്രം കണ്ട് പലരും പുച്ഛിച്ചിരുന്നു. സദാ ജപമാല കഴുത്തിലുണ്ടായിരുന്നു. കാനോന നമസ്കാരവും ക്രിസ്ത്വാനുകരണവും സദാ നടത്തി വന്നു. വിശുദ്ധ മാർട്ടിന്റെ രാത്രി സങ്കേതത്തിൽ കഴിഞ്ഞുവന്ന ബെനഡിക്റ്റ് 1783 വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ രോഗം മൂർച്ഛിച്ച് കശാപ്പുകാരൻ ഫ്രാൻചെസ്കോ സ്കെറല്ലിയുടെ ഭവനത്തിൽ വെച്ച് മരിക്കുകയും ചെയ്തു. വിശുദ്ധ തീർത്ഥാടകനായ ബെനഡിക്റ്റെ, തീർത്ഥാടകർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.